വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് എ ഗുഡ് ബ്രൗസർ? എന്താണ് ബ്രൗസർ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്നാണ്. സെൻഡ് ആൻഡ് റിസീവ് ഇൻ്റർനെറ്റ് റിസോഴ്സസ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ അത് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ നമുക്ക് റിസീവ് ചെയ്യുന്നു. പ്രിൻറ്റ് ദ ഡോക്യുമെൻറ്റ്സ്. ഇതിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസ്. നമുക്കതുപോലെ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. കീപ് ദ റെക്കോർഡ്സ് ഓഫ് അവർ ആക്ടിവിറ്റി. എന്തൊക്കെ നമ്മളിവിടെ ചെയ്യുന്നു അത് നമുക്ക് ആ റെക്കോർഡ്സ് ഇവിടെ കീപ്പ് ചെയ്യാം. സിലക്ട് ആൻഡ് സേവ് അവർ ഫേവറേറ്റ് പേജസ്. നമുക്ക് ആവശ്യമായിട്ടുള്ള പേജസിനെ നമുക്ക് സേവ് ചെയ്യാം. ആക്സസ് ദ വെബ് പേജസ് ആൻഡ് ഡിസ്പ്ലേ ദം. നമുക്ക് എന്തൊക്കെ ആക്സസ് ചെയ്യണമോ അതൊക്കെ ആക്സസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഒരു വെബ് ബ്രൗസർ വർക്ക് ആവണേ നോക്കാം. യൂസർ ഇൻ്റർഫേസ് നമ്മുടെ സിസ്റ്റത്തിലുള്ള സ്ക്രീനാണ്. അതിലൂടെ ബ്രൗസറിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസർ എൻജിനാണ് അത് റിസീവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ബ്രൗസർ എൻജിൻ എന്താണ്? ഡാറ്റ പെർസിസ്റ്റൻസ് ഓർ സ്റ്റോറേജുമായി കണക്റ്റഡ് ആണ്. ആ ഡാറ്റയാണ് നമുക്ക് പിന്നീട് കിട്ടുന്നത്. റെൻഡറിങ് എൻജിനിൻ്റെ സഹായത്തോടെ നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏതാണോ ആക്സസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്ക്രിപ്റ്റിംഗ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് ജാവാസ്ക്രിപ്റ്റ് ഇൻ്റർപ്രറ്റർ ആണ് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് തരുന്നത്. പിന്നെ ബാക്ക് എൻഡിൻ്റെ സഹായത്തിൽ എന്താണെന്ന് വെച്ചാൽ ഏത് ഇൻഫർമേഷൻസ് ആണോ നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് അത് നമുക്ക് അവിടെ അവൈലബിൾ ആണെങ്കിൽ അത് തരുന്നു. അങ്ങനെ നമുക്ക് ആ ഡേറ്റ സ്റ്റോറേജിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമുക്ക് ആ ഡേറ്റ നമ്മുടെ ഇൻ്റർഫേസിലേക്ക് തന്നെ വീണ്ടും എത്തിച്ചു തരുന്നത്. അപ്പോൾ ബ്രൗസറിലൂടെ ബ്രൗസർ എൻജിൻ ഹെൽപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് റെൻഡറിങ് എൻജിനിലൂടെയാണ് ഇത് നമുക്ക് സർവീസ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ബ്രൗസർ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇൻഫർമേഷൻ കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ഡേറ്റ സ്റ്റോറേജിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ദിസ് ഇസ് ദ വേ ഹൗ ദ വെബ് ബ്രൗസർ ഈസ് വർക്കിംഗ്.